അല്ലാതെ മുസ്ലിം മാത്രമല്ല സൂഫി. സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ്. ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് പിൽക്കാലത്ത് മതവൽക്കരണം നടത്തിയത്. മതസംഘടനകൾ ഉണ്ടായിട്ട് കേവലം 120 വർഷങ്ങളെ ആയിട്ടുള്ളൂ. സൂഫി പ്രസ്ഥാനം മുഹമ്മദ് നബിയുടെ കാലത്ത് മദീന പള്ളിയിൽ തുടങ്ങിയതാണ്. ബീരാൻ ഔലിയ സൂഫിയായിരുന്നു, മതവാദിയായിരുന്നില്ല. അദ്ദേഹത്തെ കാണാൻ എല്ലാവരും വരും. പക്ഷെ മതത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തെ മതത്തിന്റെ വ്യക്തിയാക്കി മാറ്റുന്നു. വിഭാഗത്തിൽ നൃത്തം എന്നുള്ളത് അനുവദനീയമാണ്, സംഗീതം അനുവദനീയമാണ്. ചുരുക്കി പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല. സൂഫിസത്തിൽ സൂഫിക്ക് എല്ലാം നിയന്ത്രണ വിധേയവുമാണ്. അല്ലാതെ മുസ്ലിം മാത്രമല്ല സൂഫി. സൂഫി എന്നുള്ളത് ആഗോളതലത്തിലുള്ള യഥാർത്ഥ മനുഷ്യനെ വിളിക്കുന്ന നാമമാണ്. ഇത് കഞ്ചാവല്ല കേട്ടോ, കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചതാണ്. ഓരോന്ന് ഇറങ്ങി വരും. നോക്കി നിങ്ങൾ എന്തെല്ലാം കാണണം. ഇവരുടെ പേരെന്താ അറിയോ? സൂഫി ഇസ്ലാമിക് ബോർഡ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട വാദം. ഇവരുടെ സംഘടനൻ്റെ പേര് സൂഫി ഇസ്ലാമിക് ബോർഡ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഒന്നും ഹറാമായിട്ടില്ല, എല്ലാം അനുവദനീയമാണ്. സൂഫിക്ക് ചുരുക്കി പറഞ്ഞാൽ ഒക്കെ അനുവദനീയമാണ്. MDMA, കള്ള്, കഞ്ചാവ് ഇതൊക്കെ അനുവദനീയായ പിന്നെ പറയണതിന് യാതൊരു ലൈസൻസും വേണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ കേരളം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തവരാണ്. ഒരുപാട് വിപത്തുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ തന്നെ കൊറോണ വന്ന്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഉരുൾപൊട്ടലുകളുണ്ടായി. ഇതിനൊക്കെ അതിജയിച്ച കേരളം ഇതിനെയും അതിജയിക്കും. ഇത് ഒരു സംഘി സ്പോൺസേഡ് സൂഫി സംഘടനയാണ്. ഏതെല്ലാം രൂപത്തിലാണ് കള്ളനാണയങ്ങൾ ഇവിടെ കടന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണത്. ഇതിലും വലുത് വലിയ വലിയ കഞ്ചാവുകൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും കേരളക്കാരെ സംബന്ധിച്ച്, മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു പുത്തരിയല്ല. പക്ഷേ ഇത് ആ മണ്ണാർക്കാട്, പാലക്കാട് കേന്ദ്രീകരിച്ച് ഏതാനും പുക മാത്രമാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നോക്കി, നിങ്ങൾ ഈ ചിത്രം നോക്കി, ഇപ്പോൾ വളരെ ആഴത്തിലുള്ള സൂഫി ഗ്യാങ്ങാണ് ഇവർ. ഇവരിപ്പോൾ ഇസ്ലാമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തൊരവസ്ഥയാണ്! അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.